ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് വൻപയർ തോരനാണ്. ഇതിനായിട്ട് ഞാനിവിടെ വൻപയർ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. വാഴക്കൂമ്പ് കടുക് പൊട്ടിക്കുന്നതിന് വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. അരപ്പിനായിട്ട് തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ വൻപയർ വേവിച്ചെടുക്കണം. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ പുറത്തെ പോളകൾ നമ്മൾ പൊളിച്ച് കളയണം ആദ്യം, എന്നിട്ട് കൊത്തി അരിയണം. ഇങ്ങനെ നമുക്ക് മൊത്തം അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാനിവിടെ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ വാഴക്കൂമ്പ് ഉപയോഗിച്ചില്ല, കാരണം ഒത്തിരി വൻപയർ ഇല്ലാത്തത് കൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തിരുമ്മി വെക്കാം. ഇതിൻ്റെ ആ കറയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് തിരുമ്മാം. ഞാനിവിടെ ഫുൾ വാഴക്കൂമ്പ് അരിഞ്ഞിട്ടില്ല. നിങ്ങളെടുക്കുന്ന വൻപയറിനനുസരിച്ച് വാഴക്കൂമ്പ് എടുക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ അരപ്പിനായിട്ട് എടുത്തു വെച്ച ഉള്ളി, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഴക്കൂമ്പിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഈ വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് കറി വാങ്ങാവുന്നതാണ്. വാഴക്കൂമ്പിനകത്ത് ഒത്തിരി ഫൈബറൊക്കെ ഉള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.